ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിൽ ഇതാ നമ്മൾ കാത്തിരുന്ന പോലെ തന്നെ ഓണാവധിയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ഷംസുദ്ദീൻ അവർകൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യം തന്നെ മറ്റൊരു അറിയിപ്പ് വന്നിരുന്നു. അതായത് 21-ാം തീയതിയാണ് പല സ്കൂളുകളിലെയും ഓണാഘോഷം. അതിന് എന്തായാലും യൂണിഫോമുകൾ നിർബന്ധമല്ല എന്നൊരു വിദ്യാർത്ഥി അനുകൂല പ്രഖ്യാപനം ആദ്യം തന്നെ വന്നിരുന്നു. ഇപ്പോഴിതാ അതിനുശേഷം ഓഗസ്റ്റ് 22 മുതൽ ഓഗസ്റ്റ് 31 വരെ ഏകദേശം 10 ദിവസമായിരിക്കും. അതായത് ഓഗസ്റ്റ് 26-നാണ് തിരുവോണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 5-6 ദിവസം നിങ്ങൾക്ക് അവധിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ 31 സ്കൂളുകൾ തുറക്കും. 31 വരെ അവധി എന്ന രീതിയിലാണ്. 22 മുതൽ 31 വരെ അവധിയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് ഭക്ഷണ കിറ്റ് വിതരണം, മീൻസ് സൗജന്യ അരി വിതരണം എല്ലാം നമ്മുടെ മന്ത്രി പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഒരുപാട് ഓണം പ്ലാനുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ട്യൂട്ടോറിയും അതുപോലെ തന്നെ സ്കൂളുകളൊന്നും ഇല്ലാത്ത ഓണ അവധി എല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഡേറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചില സ്കൂളുകളിൽ ഓണപരിപാടി നടത്താൻ അനുമതി കൊടുക്കുന്നില്ല എന്ന് +1ഉം +2 വിദ്യാർത്ഥികൾ നമ്മുടെ അടുത്ത് തന്നെ വന്ന് പരാതിപ്പെടുകയും കമൻറ്റ് വഴി അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഓണത്തിന് എന്തൊക്കെയാണ് പരിപാടികൾ, അതുപോലെ തന്നെ ഓണം എക്സാമിൻ്റെയൊക്കെ പേപ്പർ ഈ ഓണാവധി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട കായികമേളയായാലും സ്കൂൾ കലോത്സവങ്ങളായാലും ശാസ്ത്രമേളയായാലും യഥാർത്ഥ ഒരു അക്കാദമിക് ഇയറിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ, പിന്നീട് നിങ്ങൾ കാത്തിരിക്കുന്ന SSLC +2 പരീക്ഷയ്ക്കാണ്. എന്തായാലും +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന ഓണം അവധിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വരും. നമ്മളിപ്പോൾ ഒക്ടോബർ എന്നാണ് വിചാരിക്കുന്നത്. സോ മക്കളെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർന്നു. ബൈ.